ബേസ് 650 ആക്ച്വലി ഒരു സ്ക്രാംബ്ലർ മോഡലിലാണ് വന്നിട്ടുള്ളത്. ഈ മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റോഡിലും അതുപോലെ തന്നെ ഓഫ് റോഡിലും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സോ ബേസ് 650യുടെ വീൽസ് എല്ലാം സ്പോക്ക് വീൽസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സും. ആൻഡ് ഇനി നമുക്ക് ഇതിന്റെ എക്സൈറ്റിംഗ് പാർട്ടിലോട്ട് പോവാം. നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഹായ്, വെൽക്കം ടു ഓട്ടോ സ്പേസ്. ട്രിവാൻഡ്രം കൈമനത്തുള്ള ശിവജി മോട്ടോഴ്സിന്റെ ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റോയൽ എൻഫീൽഡിന്റെ സ്മൂത്തസ്റ്റ് എഞ്ചിൻ ആയിട്ടുള്ള 648cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിൻ ഷെയർ ചെയ്യുന്ന ബേസ് 650. സോ ബേസ് 650യുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ബേസ് 650 ആക്ച്വലി ഒരു സ്ക്രാംബ്ലർ മോഡലിലാണ് വന്നിട്ടുള്ളത്. ഈ മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റോഡിലും അതുപോലെ തന്നെ ഓഫ് റോഡിലും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സും അതുപോലെ 184 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ മോഡലിന് വരുന്നുണ്ട്. ഇനി ഡിസൈനിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ എഞ്ചിൻ സൈഡിൽ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്റർസെപ്റ്ററിന്റെ ഒക്കെ കേസിൽ ഒരു ക്രോം ഫിനിഷ് ആണെങ്കിൽ ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണുള്ളത്. ആൻഡ് മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു സൈലൻസർ പോർഷനിലാണ്. സൈലൻസർ വന്നിട്ടുള്ളത് ഒരു സിംഗിൾ ഷോർട്ട് സൈലൻസർ ആണ് ഇതിലുള്ളത്. മറ്റേതിലൊരു ട്വിൻ സൈലൻസർ ആണെങ്കിൽ ഇതിലൊരു സിംഗിൾ ഷോർട്ട് സൈലൻസർ ആണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സസ്പെൻഷൻ ഒരു 43 mm ടെലിസ്കോപ്പിക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ആണ് വരുന്നത്. ആൻഡ് ഈ മോഡലിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13.7 ലിറ്റർ ആണ് വരുന്നത്. ഹെഡ്ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള LED ലൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കളർ വേരിയന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ഷാഡോ എന്നാണ്. ആൻഡ് ഇത് കൂടാതെ 4 അതർ കളർ വേരിയൻസും വരുന്നുണ്ട്. സോ ഈ കളർ വേരിയൻസിനനുസരിച്ച് പ്രൈസ് വേരിയേഷനും ഉണ്ട്. സോ ടാങ്കിൻ്റെ മുകളിൽ ബെയറിൻ്റെ ഒരു ഷോർട്ട് ലോഗോ ഗോൾഡൻ കളറിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗോ വരുന്നത് ഒരു ഗോൾഡൻ കളർ വേരിയൻ്റാണ്. അതുപോലെ തന്നെ സസ്പെൻഷനും വരുന്നത് ഗോൾഡൻ വേരിയൻ്റാണ്. ആൻഡ് സീറ്റിൻ്റെ കുഷനിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഹാർഡും അല്ല ഒരുപാട് സോഫ്റ്റും അല്ല, ഒരു മിഡ് കംഫർട്ടിലാണ് സീറ്റിംഗ് വരുന്നത്. ആൻഡ് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ആൻഡ് റിയറിലെ ABS സ്വിച്ചബിൾ ആണ്. സോ ബേസ് 650യുടെ വീൽസ് എല്ലാം സ്പോക്ക് വീൽസ് ആണ്. അതുപോലെ MRFന്റെ ടയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വെറ്റ് മൾട്ടിപ്ലേറ്റ് ക്ലച്ച് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. $4,32,000 ആണ് ബേസ് 650യുടെ ഓൺ റോഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ചിട്ടുള്ള 1 to 5 year EMI സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇനി നമുക്കിതിൻ്റെ എക്സൈറ്റിംഗ് പാർട്ടിലോട്ട് പോവാം. നമുക്കിതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. സോ നല്ല ഗ്രണ്ടി ആയിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്.
കൈമനം, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കാട്ടാക്കട, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോയൽ എൻഫീൽഡ് ശിവജി മോട്ടോഴ്സിന്റെ ഷോറൂം വരുന്നത്. സോ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ബെയർ 650യുടെ ബേസിക് ഡീറ്റെയിൽസ്. സോ നിങ്ങൾക്ക് ബെയർ 650 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും റോയൽ എൻഫീൽഡ് ശിവജി മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാം.